നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺമബോളിന്റെ പ്രീ ഒളിമ്പിക് ടൂർണമെന്റ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ റൗണ്ട് മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 ടീമുകൾ ഉള്ള ഗ്രൂപ്പിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്നവർക്കാണ് വരുന്ന പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ സാധിക്കുക. ഫൈനൽ റൗണ്ടിൽ നടന്ന 2 മത്സരങ്ങളിലും കരുത്തരായ അർജന്റീന സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം ബ്രസീൽ ആദ്യ മത്സരത്തിൽ പരാജയപ്പെട്ടപ്പോൾ പിന്നീട് ഇന്ന് നടന്ന മത്സരത്തിൽ ബ്രസീൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാന മത്സരത്തിൽ ബ്രസീലും അർജന്റീനയും തമ്മിലാണ് ഏറ്റുമുട്ടുക. ആ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അർജന്റീനക്ക് ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ സാധിക്കും. അതേസമയം സമനില നേടിയാൽ പോലും ബ്രസീലിന് ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഒരു കടുത്ത പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്ത് വില കൊടുത്തും ഈ മത്സരത്തിൽ വിജയിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം അർജന്റീനയുടെ അണ്ടർ 23 ടീമിന്റെ പരിശീലകനായ ഹവിയർ മഷരാനോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ സമനില വഴങ്ങിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മഷരാനോ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ബ്രസീലിനെതിരെയുള്ള മത്സരത്തിൽ ഈ ടീമിനെ ആവർത്തിക്കില്ല. മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ആ മത്സരത്തിൽ ഞങ്ങൾ ശ്രമിക്കും. മാത്രമല്ല, വളരെയധികം ഫിസിക്കലി ഡിമാൻഡിങ് ആയ ഒരു മത്സരമായിരിക്കും അത്. അവസാനത്തെ മത്സരമാണ്. എന്ത് വില കൊടുത്തും ഞങ്ങൾക്ക് ആ ഒരു മത്സരത്തിൽ വിജയിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവരായി ഞങ്ങൾ മടങ്ങേണ്ടി വരും. പോസിറ്റീവായി ചിന്തിക്കുക. മത്സരത്തിൽ വിജയം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതാണ് അർജന്റീനയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നടന്ന മത്സരത്തിൽ അർജന്റീനയെ പരാഗയാണ് സമനിലയിൽ തളച്ചിട്ടുള്ളത്. 2 ടീമുകളും 3 ഗോളുകൾ വീതം നേടുകയായിരുന്നു. അതേസമയം 1-നെതിരെ 2 ഗോളുകൾക്ക് ബ്രസീൽ വെനസ്വേലയെ പരാജയപ്പെടുത്തുകയായിരുന്നു. ഇനിയിപ്പോ അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം അത് വരുന്ന ഞായറാഴ്ചയാണ് അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.